എപ്പിസോഡുമായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാൻ പോകുന്നത് ഇപ്പൊ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയുടെ ടീം മെമ്പേഴ്സ് ആണ്. ഒരുപാട് സന്തോഷത്തോടെ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ടീം ഡർബി. തിയേറ്ററിൽ കണ്ട ഉടൻ തന്നെ എല്ലാരും എന്താ നമ്മുടെ ഈ ഫ്ലോറിൽ വന്നിരിക്കുന്നത്. ഇച്ചിരി ആൾക്കാരും കൂടെ ഉണ്ടായിരുന്ന സിനിമാക്കാർ മൊത്തം ഇവിടെ പറയായിരുന്നു. കുറെ നാൾക്ക് ശേഷം ഫ്ലോർ അങ്ങ് നിറഞ്ഞു. ഞാനത് പറയാൻ പോകണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഓൾ കാസ്റ്റ് എല്ലാരും വന്നത്. വെൽക്കം ടു കോമഡി മാസ്റ്റർ. സിനിമയുടെ വിശേഷങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് നമുക്കൊന്ന് ട്രെയിലർ കാണുന്നതിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കാണാം. ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്. ആണുങ്ങളെ തന്നെ ചോദിക്കാൻ പറയാൻ ആരുമില്ലേ? ഞാനിതൊരു അഡ്വൈസ് ആയിട്ട് എടുക്കുന്നുള്ളൂ. പ്രാവശ്യം തേർഡ് ഇയേഴ്സ് മാത്രമല്ല, സെക്കൻഡ് ഇയേഴ്സ് ആയിട്ടുള്ള നമ്മൾ ഓണപ്പരിപാടി നടത്തും. Next, just number 201 on the stage. പുതിയ ടീമൊക്കെ ഇട്ട് ഗ്രൗണ്ടിൽ ഇറങ്ങാൻ പോവാന്ന് കേട്ട് കളിക്കാൻ നിക്കണ്ട മോനെ. ഇത് ലീഗ് വേറെയാ. ടീം ഏതായാലും ഇട്ടു ചേട്ടാ, ഇനി വാക്കോട് പ്രതീക്ഷിക്കണ്ട. ഇനി എന്തൊക്കെ കാണാൻ കിടക്കണം. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നത് കാണണമെങ്കിൽ തിയേറ്ററിൽ പോയി മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. എന്താണ് ഡെർബി എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആര് ഉത്തരം തരും? പേരിട്ട ആള് തന്നെ. ആരാണ് പേരിട്ടത്? ഡെർബി എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്തെ അല്ലെങ്കിൽ ഒരു ടൗണിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ രണ്ട് ടീം തമ്മിൽ റൈവൽസിനെയാണ് പറയുക. ഒരു ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ ശ്വേത ചേച്ചിയും ചേച്ചിയുടെ ഇടി ഫൈറ്റ് ആണെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഡെർബി എന്ന് പറയാം. അത് ഇവിടുത്തെ ഡയറക്ടർ നമ്മൾ മറ്റേ ഡെർബി. ഇത് മലയാളത്തിലാണോ അല്ലാതെ ഇംഗ്ലീഷ് ഡെർബി? ഇംഗ്ലീഷ് ആണോ? ഇതിപ്പോൾ കോളേജിൽ നമ്മൾ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ആവും. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു റൈവൽസ് ഫൈറ്റ് കാര്യങ്ങളാണ് ഡെർബി. സൂപ്പർ. ആദ്യനോട് ഞാൻ ചോദിക്കട്ടെ, ഓസ്ലർ എന്ന് പറയുന്ന മൂവി കണ്ട് ഞാൻ ഭയങ്കര ഫാൻ ആയതാണ്. പക്ഷെ ഈ മൂവിയിൽ എന്താ പറയുന്നത്, ദേഷ്യമുണ്ട്, റൊമാൻസ് ഉണ്ട്, ഫ്ലോട്ടിംഗ് ഉണ്ട്. ഫ്ലോട്ടിംഗ് അല്ല, എന്നാലും എല്ലാ ഭാവങ്ങളും വന്നു പോകുന്ന ഒരാളാണ്. അടിക്കടി ചവിട്ടിന് ചവിട്ട്. എന്ത് തോന്നി ഈ മൂവി ചെയ്ത് കഴിഞ്ഞപ്പോൾ? വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങളൊരു 58-60 ദിവസത്തോളം എടുത്ത് ഷൂട്ട് ചെയ്ത് വളരെ എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്തെടുത്തു ഒരു സിനിമയായിരുന്നു അത്. ഓരോ ദിവസവും സെലിബ്രേഷൻ ആയിരുന്നു ഞങ്ങൾക്ക് എല്ലാവരും. ഞങ്ങൾ ഈ നിൽക്കുന്ന എല്ലാവരും ഒരു വീടെടുത്ത് തന്നിട്ടുണ്ടായിരുന്നു പ്രൊഡ്യൂസർ. അതായത് കോളേജിന്റെ അടുത്ത് തന്നെ. സാധാരണ ഹോട്ടൽ റൂമുകളാണല്ലോ നമുക്ക് ഷൂട്ടിങ്ങിന് പോയി കഴിഞ്ഞാൽ. ഇത് ഞങ്ങൾക്ക് ഒരു വീടെടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. പ്രൊഡ്യൂസർ വിചാരിച്ചാണ് വീട് വേണ്ടായിരുന്നു എന്നുള്ളതല്ലേ? അല്ല, അതിന്റെ കഥ വേറെ ഉണ്ട്. ആ കഥ നമുക്ക് കേൾക്കാൻ പറ്റും. ഞാൻ വേണമെങ്കിൽ അമീനോട് ചോദിച്ചു നോക്കാൻ. ചിലപ്പോൾ അമീൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട്. ഷൂട്ട് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള പല ആഘോഷങ്ങൾ, അങ്ങനെ ഒരു ആഘോഷം കൂടിയപ്പോ നാട്ടുകാർക്ക് ശല്യമാവുന്നു പറഞ്ഞു. അങ്ങനെ ഒരു ബർത്ത്ഡേക്ക് ആഘോഷം ഇത്തിരി അതിന് വിട്ടു. അങ്ങനെ പിന്നെ ആ കിടപ്പാട് നമുക്ക് പോയേണ്ടി വന്നു. ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടായിരിക്കും സാധാരണ സിനിമ റിലീസ് ആകുമ്പോൾ ഇവര് പ്രൊമോഷനായിരിക്കും പോകുന്നത്, റിലീസിന് മുമ്പായിരിക്കും. ഇത് സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു സിനിമ ഉണ്ടെന്നുള്ള അറിഞ്ഞത് ഇവർ ആ വീട്ടിലെ ബഹളം കേട്ടാണ്. എന്താണെന്ന് ചോദിക്കും പറയും, മാർച്ച് 27-ാം തീയതി ഇവർ ഒരു പുതിയ പടം വരുന്നുണ്ട്. അങ്ങനെയായിരുന്നു തോന്നുന്നു. മലപ്പുറം നിലമ്പൂര് മൊത്തത്തിൽ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാ പ്രൊമോഷൻ വേണം? രണ്ട് നായികമാരുണ്ട്, ആഘോഷങ്ങളായിരുന്നു. രണ്ട് സുന്ദരി നായികമാരുണ്ട്. ഇനി നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം. യെസ്, ജസ്നിയ പറയൂ, എങ്ങനെയുണ്ടായിരുന്നു ഡെർബി മൂവിയുടെ എക്സ്പീരിയൻസ്? ഒരു പ്രേതമൊക്കെ കഴിഞ്ഞിട്ട്. അതെ, പ്രേതം വിട്ടു ഇപ്പോൾ കോളേജ് കുട്ടിയായിട്ടാണ്. ഞങ്ങൾ 6 പേരുടെ ക്യാരക്ടർ ഫസ്റ്റ് ഇയർ തൊട്ട് തേർഡ് ഇയർ വരെയാണ്. ഞാനാണ് ഹീറോയിൻ ക്യാരക്ടർ ചെയ്യുന്നത്. ആഡമിന്റെ പേരായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഇവിടെ ആദ്യം പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന കാര്യം എന്താ വെച്ചാൽ, അമൃതയിൽ നമ്മുടെ സിനിമയുടെ പ്രൊമോഷൻ വന്നത് എനിക്ക് കുറച്ചുകൂടെ സ്പെഷ്യലാണ്. കാരണം എൻ്റെ കരിയറിന്റെ ഏറ്റവും സ്റ്റാർട്ടിങ് അമൃത ടിവിയിലെ സൂപ്പർ ഡാൻസർ എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോ വിൻ ചെയ്തിട്ടാണ്. ഞാനിപ്പോ താമസിക്കുന്ന ഫ്ലാറ്റ് എനിക്ക് ഇവിടുന്ന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് 10 വയസ്സുള്ളപ്പോൾ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് നായികയായിട്ട് അഭിനയിക്കുന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് അമൃതയിൽ തന്നെ വരാൻ പറ്റിയത് ഇന്ന് കുറച്ചും കൂടെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് സത്യം പറഞ്ഞാൽ.
എന്ത് ചോദിക്കാൻ? ആ നീല ഡ്രസ്സിന്റെ കുട്ടിയുടെ വിശേഷം പേരെന്താ? ആക്ച്വലി ഞാൻ സർപ്രൈസ് ആയിട്ട് വെക്കാന്ന് വിചാരിച്ചിരിക്കുന്നു. ആക്കില്ല, ഞങ്ങളുടെ കൂട്ടത്തിലെ ചേട്ടച്ചനാണ് ആക്കിൽ. ചോദിക്കേട്ടാ, പേരെങ്കിലും ചോദിക്ക്. പറയുമ്പോളെ ഈ പടത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്റെ പേര് സുപർണ എന്നാണ്. സുപർണ, മോള് പറ. ഞാൻ പ്രേമലൂല് അഞ്ജലി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതൊന്നും നെസ്ലിനെ ചെറുതായിട്ട് റിജക്ട് ചെയ്യുന്നത് ഞാനാണ്. അതിനുശേഷം ഞാൻ ഡർബിയിൽ ഒരു ഫുൾ ലെങ്ത് ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ് ചെയ്യുന്നത്. മെഹരൻ എന്നാണ് എന്റെ ക്യാരക്ടറിന്റെ പേര്. ഞാൻ ഹരിയുടെ പേരായിട്ടാണ് വരണേ. ഇപ്പൊ ട്രെയിലറിൽ കണ്ടു. ഒരുപാട് വിശേഷങ്ങൾ കേൾക്കണ്ടേ ഇവരുടെ? ആദ്യം നമുക്കൊന്ന് ചിരിച്ച് റിലാക്സ് ആവാം. പിന്നെ നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാരെയും വെൽക്കം ചെയ്യുന്നു കോമഡി മാസ്റ്റേഴ്സിലേക്ക്. ആദ്യം തന്നെ പോകുന്നു നമ്മുടെ ഒരു കിട്ടിലം സ്കിറ്റ് കാണാം. നമസ്കാരം. ഈ പുതിയ തലമുറയ്ക്ക് എന്നോട് വലിയ അടുപ്പമില്ലാത്തത് കൊണ്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാനാണ് അടുപ്പ്. പക്ഷെ പഴയ വീട്ടമ്മമാർക്ക് എന്നോട് നല്ല അടുപ്പമായിരുന്നു. കാരണം അവരുടെ ജീവിതത്തിലെ സന്തോഷം, സങ്കടം, സ്നേഹം എല്ലാത്തിനും അടുക്കളയിൽ ഞാൻ സാക്ഷിയായിരുന്നിട്ടുണ്ട്. പക്ഷേ ഭാവിയിൽ അടുക്കള പരിഷ്കരിച്ച് നൈസായിട്ട് അവരെന്നെ അങ്ങ് ബഹിഷ്കരിച്ചു. പക്ഷെ ഇപ്പോ എന്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്. അത് വേറൊന്നും കൊണ്ടല്ല, ഗ്യാസ് കിട്ടാനില്ല, ഗ്യാസിന് ഭയങ്കര ക്ഷാമമായതുകൊണ്ട് മാത്രം. ഈ സിറ്റുവേഷനിൽ ഞാൻ ഭർത്താക്കന്മാരോടൊരു കാര്യം പറയാം. ഭാര്യമാര് വീട്ടിൽ എന്ത് വെച്ച് തന്നാലും ഒരു കുറ്റവും കുറവും കണ്ടുപിടിക്കാതെ മിണ്ടാതിരുന്നങ്ങ് തിന്നോളണം. പുറത്തു പോയി കഴിക്കാന്ന് വെച്ചാൽ ഹോട്ടലുകളൊന്നുമില്ല, ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് അടപ്പാണ്. വാശി പിടിച്ചിരുന്ന വിശന്ന് നിങ്ങൾ അടപ്പ് തെറിക്കുമെന്നല്ലാണ്ട് വേറൊരു കാര്യവും നടക്കില്ല. പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് ഈ കുറേ കാലം നമ്മൾ ഒരാളെ കാണാതിരുന്നിട്ട് കാണുമ്പോ ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട്. അതൊരു ഫീലാണല്ലേ? അങ്ങനൊരു ഫീൽ ഇന്ന് ഞാൻ അനുഭവിക്കാൻ പോവാണ്. കാരണം ഇന്ന് എന്റെ വിറകേട്ടനെ കാണാൻ പോവാ. വർഷങ്ങൾക്ക് ശേഷം ഞാനും എന്റെ വിറകേട്ടനും കണ്ടുമുട്ടുക. വിറകേട്ടാ, വിറകേട്ടാ, അയ്യോ, എരിയുന്ന ദീപങ്ങൾ പിടയുന്ന മാനിന്റെ നൊമ്പരം കാണും. വിറകേട്ടാ, സുഖം തന്നെ അല്ലേ? ചോദിച്ചേട്ടാ, സുഖം തന്നെ അല്ലേ? ഒരു തണൽ മരമായിരുന്നു എന്നെ മിച്ചന്മാളാണ് അറുത്തിട്ടത്. അത് തത്തൊക്കെ പൊത്തൊക്കെ ഒന്നും പറഞ്ഞോണ്ട് 3 മാസമാണ് വെയിലത്തുണ്ടത്. 3 മാസം. അത് കഴിഞ്ഞിട്ട് കോടാലി കൊണ്ട് തന്നെ വെട്ടി പൊളന്ന് ചേച്ചിയില്ലേ ഒരു വെട്ടോത്ത് വേണം തന്നെ 3 വെട്ട്. കുറച്ച് കഴിഞ്ഞാൽ മൂട്ടി തീയും കൊടുത്ത് ഇവിടെ ഇതിൻ്റെ അകത്തോട്ട് കയറ്റും. എന്നിട്ട് ചോദിച്ചേട്ടാ, സുഖം തന്നെ അല്ലേ എന്ന്. ചേട്ടാ, ഞാനത് വേറൊന്നും ഉദ്ദേശിച്ച് ചോദിച്ചതല്ല, ഒരു ഭംഗി വാക്ക്, അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ഒരുത്തനെ കാണണം. അവിടെ അവൻ എവിടെ? ആ ദാസൂട്ടി അല്ല ഗ്യാസൂട്ടി. അവൻ എവിടെ? എനിക്ക് അവനെ കാണണം. ഓ, അവനെ നമുക്ക് പിന്നെ കാണാം. ആദ്യം നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാം. എന്നാ നമ്മളെ കാര്യം സംസാരിക്കാം, പറ. അതെ, പണ്ട് നമ്മൾ രണ്ടുപേരും കൂടി ചേർന്ന് ആളുകൾക്ക് എത്ര സ്വാദുള്ള ഭക്ഷണം അല്ലേ ഉണ്ടാക്കി കൊടുത്തോണ്ടിരുന്നേ? ശരിയാ, അതൊക്കെ ഒരു ഓർമ്മ തന്നെ അല്ലേ? സത്യം പറഞ്ഞ അതൊക്കെ ഓർക്കുമ്പോ രോമാഞ്ചം പറഞ്ഞു. സത്യം. നിങ്ങൾ എന്തോ ഈ ആലോചിക്കുന്നേ? അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നേ, ഞാൻ നിന്റെ ഉള്ളിൽ കത്തി ഇങ്ങനെ അമരുമ്പോൾ, ചാരമായി നിന്ന് പുകയുമ്പോ ഈ വിറകിന്റെ മനസ്സ് ആരും കണ്ടില്ല. അതെന്താ അങ്ങനെ? ഈ വിറകിന് അടുപ്പിനോട് എന്നും പ്രണയമായിരുന്നു. ഒന്നു കണ്ടു തീരാ മോഹങ്ങൾ തേടി അതെ, ശരിക്കും എന്നോട് ഇഷ്ടമാണോ? അതെ, അവിയലിൽ അവസാനം ഒഴിക്കുന്ന വെളിച്ചെണ്ണ പോലെ, മീൻകറിയിൽ ഇടുന്ന പുളി പോലെ, രസത്തിലിടുന്ന തക്കാളി പോലെ എനിക്ക് മുന്നേ ഭയങ്കര ഇഷ്ടമാണ്. ആണോ?
എന്നാ ഞാനൊരു കാര്യം പറയട്ടെ. എന്തോന്ന്? ഇച്ചിരി തടി കൂടുന്നുണ്ട്. ഞാൻ ഡയറ്റ് ചെയ്ത് കുറച്ചില്ലേ? ഡയറ്റാ? ഓ 3 മാസം വെയിലത്തിട്ട് കുറച്ചില്ലേ ഞാൻ? ഓ ഇതിനെക്കാളും ഉണ്ടായിരുന്നു, നല്ല തടിയായിരുന്നു ഞാൻ. അതെല്ലേ? പക്ഷെ നിന്റെ മുഖമൊക്കെ ഒന്ന് വാടി കേട്ടാ, ചെറുതായിട്ടൊന്ന് മങ്ങലൊക്കെ ഉണ്ട് നിനക്ക്. അതെ, ഞാൻ കണ്ണാടി കൂട്ടിലിരുന്ന് തിളങ്ങാൻ സ്വർണ്ണമൊന്നുമല്ല, ഞാൻ പുകയെടുപ്പാണ്. അപ്പൊ ഇച്ചിരി പുകയൊക്കെ കൊള്ളുമ്പോ ഇച്ചിരി മങ്ങിയെന്നൊക്കെ ഇരിക്കും. അടുന്ന് കരയണ എന്തിന്? ഞാൻ കരഞ്ഞില്ല. പിന്നെ ആര് കരയണത്? ഒരു വൃത്തിയായിട്ട മണം. ഗ്യാസിന്റെ? എന്റെ ഗ്യാസ് അല്ല പറഞ്ഞത്, ഗ്യാസ് ഊറ്റിയില്ല അവന്റെതാണ്. അവൻ എന്തിനാ ഇവിടെ വെളിയിൽ കിടന്ന് കരയണം? അവനോട് ഇങ്ങോട്ട് കയറി വരാൻ പറ. ഗ്യാസ് ഊറ്റി അവിടെ കിടന്ന് കരയത് ഇങ്ങോട്ട് വേണം. തിരികെ ഞാൻ കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ കൊതിക്കാറുണ്ടെന്നും. ട്രോളിക്കോളാനാ? അല്ല, ഇപ്പൊ കുറച്ചു നാളായിട്ട് നാട്ടുകാർക്ക് മൊത്തം കളിയാക്കാനും ട്രോളാനും ഞാനാണല്ലേ താരം. എടാ നീ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ ഞാൻ ട്രോളും. ഇവൻ കാരണം എന്തെല്ലാം ഭവിഷ്യത്തിൽ ഉണ്ടായത്. അതാണ്ട് ഇവളുടെ നെഞ്ചില് പൂച്ച വരെ പറ്റിയിടന്നു. അല്ല കേട്ടിട്ടില്ലേ, അടുപ്പിൽ പൂച്ച പറ്റിയിടന്നു. അത് മാത്രമൊന്നുമല്ല, ഇവൻ കാരണം നമ്മൾ രണ്ടുപേരും ഫീൽഡ് ഔട്ട് ആയി പോയത്. ഇവന് ജാടയെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ജാടയാണ്. ഇവനെ കിട്ടണമെങ്കിൽ നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യണം, മാത്രമല്ല OTP കാത്തിരിക്കണം. പറയണ്ട, മൊബൈലിൽ 1 അമർത്തു, 2 അമർത്തു, സ്ഥിരീകരിച്ച 4 അമർത്തു, അവന്റെ കൂറ്റുകി ഇടിച്ചു കൊടുക്കണം. അത് മാത്രോ, ഇവനെ കൊണ്ടുവരണമെങ്കിൽ മറ്റേ വണ്ടിക്കകത്തെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. കൊണ്ടുവന്ന മനുഷ്യന്മാർ ഇവനെ തോളി ചുമന്ന് വേണം അടുക്കളയിലോട്ട് കയറ്റി വെക്കാം. അത് എന്റെ കുഴപ്പമാണോ? എനിക്ക് നടന്നു വരാൻ പറ്റില്ല, തോളത്തെടുത്തോണ്ടല്ലേ എന്നെ വരേണ്ടത്. ഇവന്റെ കാര്യം പറയാതിരിക്കണ ഭേദം. ഈ ഗ്യാസ് എന്ന് അടുക്കളയിൽ വന്നോ അന്ന് തൊട്ട് മനുഷ്യന്മാർ ഗ്യാസ് തുടങ്ങി. ഗ്യാസ് മാത്രോ? ഗ്യാസാ? പിന്നെ നീ കാരണം എത്ര പെമ്പിള്ളേരുടെ ജീവിതമാണ് പോയത്. അതിന്റെയൊക്കെ കേസ് ഇപ്പൊ വേറെ നടപ്പുണ്ട് അവിടെ. ഇവന്റെ റെഗുലേറ്റർ പിടിച്ച് തിരിച്ചാലാ? എടാ, ഞാൻ കാലിക്കുറ്റി ആയതുകൊണ്ടല്ലടാ നീ എന്റെ റെഗുലേറ്ററിൽ പിടിച്ച് തിരിക്കാൻ പറയണം. നിറക്കുറ്റിയായിരുന്നു ഇതിന്റെ പരിസരത്ത് തന്നെ അടുപ്പിക്കൂലായിരുന്നു. 2 ദിവസം കഴിയട്ട് ഹോർമുസ് കടലിടുക്ക് കഴിഞ്ഞ് കപ്പലിങ് എത്തി. പിന്നെ ഞാൻ നിറക്കുറ്റിയോട് ഒരു വരവുണ്ടടാ. നിന്നെയൊക്കെ വർക്ക് ഏരിയക്കകത്ത് പോലും ഞാൻ കയറ്റത്തില്ല. നിന്നെയൊക്കെ വർക്ക് ഏരിയക്കകത്ത് പോലും ഞാൻ കയറ്റത്തില്ലെന്നു. വിരട്ടലും വിലപേശലൊന്നും എന്റെ അടുത്ത് പറ്റും. ചന്ദ്രനെ പോലും എന്നെ തടയാൻ കഴിയും. എനിക്കൊരു കാര്യം ചോദിക്കാം. അതൊക്കെ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. നമ്മളാണ് ഹീറോ. സംഭവം മനസ്സിലായ? കുറച്ച് ദിവസം കൊണ്ട് ഇവനല്ലേ അടുക്കളയിലെ മുഖ്യൻ. അതെ, അടുക്കളയിലെ മുഖ്യനും അങ്ങേര് തന്നെ. ചിലപ്പോ അടുക്കള ഭരിച്ചെന്നും ഇരിക്കും. അത് തന്നെ. ആര് ഭരിക്കുന്നെന്ന്? അങ്ങേര് ഭരിക്കുമെന്ന്. ഒരാഴ്ച മുമ്പ് നോണ്ട ആ പറമ്പ് കണ്ട, ആ പറമ്പിന്റെ മൂലയിൽ ഇങ്ങനെ അടുക്കി വെച്ചേക്കുമായിരുന്നു. ചേരയ്ക്കും പാമ്പിനും മുട്ടയിടാൻ വേണ്ടിയില്ലടാ നിന്നെ ഇങ്ങനെ അടുക്കി വെച്ചേക്കണം. ആണലിക്ക് കൂടെ ഉണ്ടാക്കണം. പോടാ അവിടെ. 2 പേരും കൂടെ, നിങ്ങൾ കേൾക്കണം, ഈ 2 പേരും കൂടെ നല്ലൊരു മൺചട്ടി എന്ന് പറയുന്ന ഒരു സാധനത്തിന് കരച്ചട്ടി എന്ന് പേരുണ്ടാക്കിയ ഒരുവരാണ്. അതെ, നീ കൂടുതൽ കളിയാക്കാൻ വേണ്ട. കൂടെ അങ്ങോട്ട് ഒരെണ്ണം കൂടെ മോന്ത ഇടയ്ക്ക് ഒന്നെണ്ണം കൂടെ അങ്ങോട്ട്. നീ അവള് പറയണട്ടാടാ എന്നെ ഇടിക്കാൻ പറയണത്. ഇടിക്കോടാ. നിന്റെ വിചാരം അവക്ക് നിന്നോട് മാത്രമാണ് പ്രേമം എന്നാണ്? എടാ, അവക്ക് ഈ ലോകത്ത് എന്തിൻ്റെയോടൊക്കെ പ്രേമം ഉണ്ടെന്ന് അറിയാമോ? ചിരട്ട കത്തിച്ച അതിൻ്റെ കൂടെ പ്രേമം, തൊണ്ട് കത്തിച്ച അതിൻ്റെ കൂടെ പ്രേമം, ചൂട്ട് കത്തിച്ച അതിൻ്റെ കൂടെ പ്രേമം, എന്തിനൊരു പേപ്പർ ചുരുട്ടി വെച്ച് കത്തിച്ചാൽ പോലും അവക്ക് പ്രണയം അറിയാമോ? അങ്ങനെയൊക്കെ ഉണ്ടോ നിനക്ക്? അതെ, പണ്ട് അവരോടൊക്കെ ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. സിൻസിയർ ലവ് നിങ്ങളോടെയാണ്. കാരണം അവരൊക്കെ പെട്ടെന്ന് ചാരമായി പോവും. നിങ്ങളാകുമ്പോ ലോങ് ലാസ്റ്റിംഗ് അല്ലേ? കത്തി കയറാ നിക്കണം. ഞാനൊരു കാര്യം പറയാം. ഞാൻ വന്നപ്പം നിങ്ങൾ 2 പേരും അടുക്കളയിൽ നിന്ന് ഫീൽഡ് ഔട്ടായി. പക്ഷെ ഇപ്പൊ എന്റെ ഫീൽഡ് ഔട്ട് ആക്കാൻ അവർ തന്നേക്കുവാ. ഒരാഴ്ച കൊണ്ട് ഗ്യാസ് കിട്ടില്ലെന്ന് പറഞ്ഞു ഇവിടെ വെച്ച് ആച്ചി ഒരു പുതിയ സാധനം എനിക്ക് നിങ്ങളോട് ഒന്നും പറയാനില്ല. അടുക്കളയിൽ സ്ഥാനമില്ലാത്ത നിങ്ങൾക്ക് ഇവിടെ നിന്ന് പുറത്തു പോകാം. എടാ പറയാ പോടാ. ഹലോ, വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ള ടീംസ് ആണ് ഞങ്ങള്. നീ ഇന്നലെ കുരുത്തവനൊന്നും ഇവിടെ കിടന്ന് ഷോ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു കാര്യം ഞാൻ പറട്ടെ, കാണിക്കും. നിങ്ങൾക്കില്ലാത്ത റിസാഭാവം എനിക്കുണ്ട്. അല്ല, നിങ്ങൾക്കില്ലാത്ത ദുസ്വഭാവം എനിക്കുണ്ട്. നോ സ്മോക്ക്, പുകയില്ല. പുകയില്ല, അത് ശരിയാണ്. ഇപ്പൊ പുകയൊന്നുമില്ല. പക്ഷെ വേറെ കാര്യം, ഇവന് ഉപയോഗിച്ച് കഴിയുമ്പോഴേ ഇതിന്റെ വീട്ടുകാരുണ്ടല്ലോ കറണ്ട് ബില്ല് കാണും. അപ്പൊ അവരെ കണ്ണീന്ന് മൂക്കിന്ന് വായിന്ന് എല്ലാം പുക വരും. അത് കിടക്കാണ് കേട്ടാ.
ഇവന് എലി ഒരുപോലെയാണ് അതെന്താണ്? തക്കം കിട്ടിയ കറണ്ട് ഇല്ലും ഇതുപോലെ അങ്ങനെ പറയില്ല, അങ്ങനെ പറയില്ലടാ. നിനക്ക് അവകാശം നിങ്ങൾ രണ്ടുപേരും എന്താ ചെയ്യണേ? നല്ല പാത്രം കിട്ടിക്കഴിഞ്ഞാൽ അത് കരിച്ചിലയുടെ ഭക്ഷണം കൊടുക്കുന്നത്. ഞാനങ്ങനെയല്ല. ഞാനെന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടാണ്. ആരെങ്കിലും ഒരു പാത്രം കൊണ്ട് നിന്റെ ചേക്ക് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പതുക്കെ മെല്ലെ അതിനെ തഴുകി തലോടി ആ പാത്രത്തിന് സുഖിപ്പിച്ചാണ് ഞാൻ ഭക്ഷണം കൊടുക്കുന്നത്. അത് മനസ്സിലാക്കടാ. നീ എന്താ അടുക്കളക്കകത്ത് സ്പാ നടത്തണം? ടെൻഷൻ കൊടുക്കുന്നുണ്ടേ അടിച്ച് എന്ന് ചെപ്പക്കുഴി തർപ്പിക്കും. ഞാൻ എന്താ ടെൻഷൻ കൊടുത്തണം? എന്താ ടെൻഷൻ കൊടുക്കുന്നത്? ഞാൻ പറഞ്ഞ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ സന്തോഷിക്കാൻ വേണ്ടി ഒരു ടൂർ പോയി അല്ലെങ്കിൽ സിനിമക്ക് പോയി, അപ്പൊ തന്നെ ടെൻഷനാണ്. അയ്യോ ഗ്യാസ് ഓഫ് ചെയ്തില്ലോ, അങ്ങനെ ടെൻഷൻ കൊടുക്കുന്നത് നീ. എന്റെ കുഴപ്പമല്ല, നിന്റെ കുഴപ്പമാണ്. അത് ആൾക്കാരുടെ മറവിയല്ലേ? മറവി. അതെ, ഞാന് 2 ദിവസം ടൂർ പോവാണ്. മൂന്നാറ്, അടിമാലി. ടൂറാ? ആ പിന്നെ വീട്ടുകാരല്ലേ പോണം, നീ ഇവിടെ പോണേ? എന്റെ ഗ്യാസ് കിട്ടുന്നില്ലല്ലോ, അപ്പൊ എന്നെ കൊണ്ടുപോയാലും അവർ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. അത് ഞാൻ അന്ന് പോകും. അല്ല അങ്ങനെ പറയുകയാണെങ്കിൽ 3 കല്ലെടുത്ത് കൂട്ടി അടുപ്പാവും. അത് തന്നെ, 2 തുള്ളിക്കം പൊടിച്ചാൽ ഞാനും വിറവാവും. കൂടുതലൊന്നും പറയണ്ട, പണ്ട് എന്നെയാണ് കൊണ്ടുപോകണേ. എന്റെ അല്ല, എന്റെ ചെറിയ കുറ്റി. നീ ഒന്നും പില്ലല്ലോടാ, പിന്നെ എങ്ങനെ നിന്നെ കൊണ്ടുപോകും? അതുകൊണ്ട് ഇപ്പൊ എന്ത് ചെയ്യണോന്ന്? ഇറങ്ങി പോവിടുന്ന്, അടക്കയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഞാൻ അടിപൊളി ഹിറ്റ് ഞാൻ അവൾ അടിച്ചിറങ്ങിട്ട് നീ നോക്കിക്കൊണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം. നമ്മൾ ഒരുമിച്ച് നിന്നാലേ ഇവനെ ഒതുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് നിന്ന് ഇവനെ ഒതുക്കണം. അറ്റാക്ക്. ഇവനെ നെഞ്ചി നോക്കി ഇടിച്ചു കൊടുത്താലോ? അടിച്ചാലൊന്നും പോകത്തില്ല. ഇല്ലെങ്കിൽ ഇവന്റെ ഇൻഡക്ഷൻ നിക്കർ ഒരു നാണം കെടുത്ത് വിട്ടാലോ? നിക്കറല്ല, ഇൻഡക്ഷൻ കുക്കറാണ്. വയറി പിടിച്ച് വലിച്ച് വെളിയിട്ടാൽ അത് കേവളാണ്. നീ ഒരു കാര്യം ചെയ്യാം, അവന്റെ ഡിസ്പ്ലേ നോക്കി ഒരൊറ്റ ഇടി അവന്റെ ഓയിൽ ഇവിടെ ഹിറ്റ് ഞാൻ. എന്റെ സിലിണ്ടറിൽ ഇൻഡക്ഷൻ കുക്കറാണ് ഹിറ്റ്. എന്റെ അഡാപ്റ്റർ. ഇങ്ങനെ കിടന്ന് യുദ്ധം ചെയ്യല്ലേ? എന്ത് പറഞ്ഞ? അടുക്കളക്കകത്ത് കിടന്ന് ഇങ്ങനെ യുദ്ധം ചെയ്യരുതെന്ന്. അത് ഞങ്ങളോടാണോ പറയേണ്ടത്? ഈ തമ്മി യുദ്ധം ചെയ്യുന്ന മനുഷ്യന്മാരോട് പോയി പറയണം യുദ്ധം ചെയ്യരുത്. ഒരു യുദ്ധം ഉണ്ടായപ്പോഴേ ഈ അടുക്കളയിൽ ഇത്രയും പ്രശ്നം ഉണ്ടായെങ്കിൽ ലോകത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നൊന്ന് ആലോചിച്ച് നോക്കിയാണ്. എത്ര കുട്ടികൾ അനാഥരായെന്നറിയാമോ? എത്ര ആശുപത്രികൾ തകർന്നെന്നറിയാമോ? എത്ര വീടിന് പുറത്തിറങ്ങാൻ വയ്യ, സ്വതന്ത്രമായിട്ട് യാത്ര ചെയ്യാൻ വയ്യ. ഇപ്പോ ഈ ഇന്ധനത്തിന്റെ ക്ഷാമമൊക്കെ ഉള്ളൂ. ഇനി യുദ്ധം തുടർന്ന ആഹാരത്തിന് ക്ഷാമം ഉണ്ടാവും, വെള്ളത്തിന് ക്ഷാമം ഉണ്ടാവും. എന്തിന്? നിങ്ങളൊക്കെ ശ്വസിക്കുന്ന ശുദ്ധവായുവിന് പോലും ക്ഷാമം ഉണ്ടാവും. അതുകൊണ്ട് നമ്മളെയൊക്കെ സൃഷ്ടിച്ച മനുഷ്യന്മാരോട് നമുക്കൊന്നേ പറയാനുള്ളൂ. ഇവിടെ കണ്ടത് കാരുണ്യത്തിൻ ബുദ്ധവിഹാരങ്ങൾ, ഇവിടെ കേട്ടത് മാനുഷാദാരോധന കാവ്യങ്ങൾ. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നമ്മൾ ഡെർബി മൂവിയിലെ ടീം നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ മൂവിയിൽ ഭയങ്കര ഫൈറ്റും കാര്യങ്ങളും 2-3 ചേരികളുണ്ടെങ്കിൽ ഇവിടെ ഇനി ഡെർബി നടക്കാൻ പോകുന്നത് സ്കിറ്റുകൾ തമ്മിലാണ്. അത്ര വലിയ വഴക്കൊന്നുമല്ല, ചിരിയുടെ ഒരു ചെറിയ മത്സരമായിട്ട് ഇവിടെ നടക്കാൻ പോകുന്നത്. സംഭവം നിങ്ങൾക്ക് അറിയാലോ, ചിരിക്കുന്നതിനനുസരിച്ചായിരിക്കും ഇവിടെ ബാറ്ററി ചാർജ് കയറുന്നത്, അതിനനുസരിച്ചായിരിക്കും ഇവർക്ക് പൈസയും നേടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം അരുൺ, സോന, സുരേഷ്. പിന്നെ പെണ്ണിന്റെ കല്യാണം കൊലമാസാന്ന്. എടി കൊലപാതകം നടന്നേനെ അവിടെ. മുടങ്ങിയടി. എന്നെ കെട്ടാൻ വന്ന ചെറുക്കന്റെ ഒരു പരട്ട അമ്മാവൻ രാവിലെ ദക്ഷിണ കൊടുത്തത് കുറഞ്ഞു പോയെന്ന് പറഞ്ഞ അവൾ അതിന് കിടന്ന് അടിയുണ്ടാക്കി. അത് കഴിഞ്ഞു ഉച്ചയ്ക്ക് പപ്പടത്തിന്റെ കോമള പൊടിഞ്ഞെന്ന് പറഞ്ഞ് അതിനും അവിടെ കിടന്ന് അടിയുണ്ടാക്കി. അത് കഴിഞ്ഞു കൂട്ടടിയായിരുന്നടി ആ മണ്ഡപത്തില്. എന്റെ തലമുണ്ടക്കിട്ട് ഒരു അടി കിട്ടി. നാട്ടിപ്പോ ഓർത്തോയി കാണിക്കാൻ വേണ്ടിട്ട് ഹോസ്പിറ്റലിൽ നിൽക്കുക. ഓ എന്നാ ശരി, പിന്നെ വിളിക്കാം. വല്ലാത്തൊരു യോഗം തിരുവാർദ്ധപുരാണം, കൊല്ലാപ്പിൻ കാലം അത് ചൊല്ലാനും നാണം, ഇനി എന്തെല്ലാം സാരി ഉടുത്ത് നിൽക്കുന്ന ഹർഭജൻ സിംഗോ? ഇതെന്താ ഇങ്ങനെ? അതെ, എന്നെ തല്ലിക്കൊണ്ട് വരാൻ ആരുമില്ല, അതുകൊണ്ട് ഞാൻ തന്നെ സ്വന്തമായിട്ട് തള്ളിക്കൊണ്ട് വന്നു. ഇങ്ങനല്ല, വയ്യാത്ത അമ്മാവനെതിരെ ഇരുന്നിട്ട് വേറൊരാൾ വേണം തള്ളിക്കൊണ്ട് വരാനായിട്ട്. വേറെ ആളില്ലാത്തോണ്ടല്ലേ ഞാൻ തന്നെ ഇങ്ങനെ തള്ളിക്കൊണ്ട് വന്നത്. ഒരു കാര്യം ചെയ്, മോക്ക് അത്രയ്ക്ക് വിഷമമാണെങ്കിൽ ഞാൻ ഇതിനകത്ത് ഇരിക്കാം, മോൾ എന്നെ ഇതിനകത്ത് ഇരുത്തിയിട്ട്
ഇവിടെ ഒരു റൗണ്ട് ഒന്ന് ചുറ്റിക്ക്. ഇതാണ് പറയുന്നത് പണ്ടുള്ളവരെ, ആവശ്യമില്ലാത്ത സമയത്ത് ആവശ്യമില്ലാത്ത ഒന്നും കേറി പറയരുത്. അത് തോന്നും, അമ്മാവന് സുഖം തോന്നുന്നു. അമ്മാവന് എവിടെയോ കണ്ട് നല്ല പരിചയം ഉണ്ടല്ലോ. അതാ ഞാനും നോക്കുന്നത്. മോളെയും എവിടെയോ കണ്ടെനിക്ക് നല്ല പരിചയമുണ്ട്. പപ്പടത്തിന് കുമ്പള എനിക്ക് ദക്ഷിണ കുറഞ്ഞു പോയാ തെണ്ടി. ആ ഞണങ്ങിയ മോഹം വെച്ച് ഓവർ എക്സ്പ്രഷൻ ഇട്ട് എന്നെ പേടിപ്പിക്കണ്ട. ഞാൻ തന്നെ എന്റെ കല്യാണം മുടക്കിയ പന്ന കിളവാ. അങ്ങനെ സ്കാനിങ് കഴിഞ്ഞ് ആ മാതിരി തള്ളല്ലേ തല്ലിയത്. നേരെ എന്ന് മെഷീനകത്തൂടെ കേറി ഇറങ്ങി ഇപ്പുറത്ത് വന്ന്. അതിന്റെ എക്സ്റേ നടക്കുന്നതേ ഉള്ളൂ. എന്തായാലും എനിക്ക് എന്റെ റിസൾട്ട് കിട്ടിയേ. നിങ്ങൾ കാരണം എന്റെ കല്യാണം മുടങ്ങിയത്. അങ്ങനെ പറയരുത് മോളെ, ഞാനല്ല മോളെ കല്യാണം മുടക്കിയത്. പിന്നാരാ? പൊക്കോളാനോ വരാനോ ഒന്നുമില്ലെന്നോ? അതെ, അതല്ല, പറഞ്ഞാ കേക്കാത്ത ഈ കുരുത്തം കെട്ട കൈയാണ് മോളെ കല്യാണം മുടക്കിയത്. പിന്നെ ഒരു അനുസരണയില്ല. അല്ലെങ്കിൽ തന്നെ അടുത്തിരിക്കുന്ന ആളുടെ പപ്പടം പൊടിഞ്ഞെന്ന് പറഞ്ഞ് അവന്റെ ചെവിക്കന്നെ അടിച്ച് പൊട്ടിക്കുന്നത് ശരിയാണോ? ശരിയല്ല. അപ്പൊ ഇവനല്ലേ മുടക്കിയത്? നിങ്ങൾ നിങ്ങളുടെ ഈ കയ്യും കാരണം ആ കല്യാണ മണ്ഡപത്തിൽ ഒരു പെണ്ണിന്റെ കണ്ണുനീരാ വീണത്. കേട്ടടാ, ഒരു പെണ്ണിനെ കണ്ണുനീര് വീഴ്ചിട്ട് നിന്ന് കെട്ടടാ. കണ്ടേ മോളെ, ഒന്നും മിണ്ടാത്ത ഇവൻ വരെ പ്രതികരിച്ചു തുടങ്ങി. ഞാൻ എന്റെ അടുത്ത് ചോദിക്കാതെ പറയാതെ അങ്ങോട്ട് വരുവാനേ. കണ്ണുനീര് തുടക്കാൻ വരുമായിരിക്കും. ഞാൻ വല്ലതും പറയും, നിങ്ങളെ കാണിച്ചു തരാടോ. അമ്മാവാ, അമ്മാവാ. കഷ്ടം, എന്റെ അടുത്ത് ഇത്രയൊക്കെ ദേഷ്യം ഉണ്ടെങ്കിലും ആ വിളിക്കുന്ന വിളി കേട്ടോ, അമ്മാവാ അമ്മാവാ. ഞാൻ നിങ്ങളെ വിളിച്ചതൊന്നും അല്ല, എന്റെ അമ്മയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞതാ. അമ്മാവാ, ശരി. അതെന്തായാലും കൊള്ളാം. എവളെന്റെ കാലനെയും കൊണ്ട് വരാൻ പോയതാതേ. എന്റെ കാലം വന്നേ. ഞാനാണത്. രണ്ടായാലും കണക്ക് തന്നെ. എന്റെ കൂട്ടുകാർ അമ്മാവന് വേണ്ടി എന്തൊക്കെയാ കൊടുത്തു വിട്ടേക്കുന്നത് നോക്കിയേ. നിന്റെ കൂട്ടുകാരും കൊടുത്തു വിട്ടോ? നിന്റെ കൂട്ടുകാരന്മാര് കാരണമാണ് ഞാൻ ഈ ഗതിയിലായത്. ഒന്നും വേണ്ട. ഇവിടെ ഒരു മിനിറ്റ്, ഒരു കോള് വരുന്നത്. മണിയമ്മേശ്ശേരി വിളിക്കണത്. അയ്യോ, ഹലോ മണിയമ്മേശ്ശേരി. അരുണേ, എന്ത് മേശ്ശേരി? എന്റെ രായി, ഇതിനെ കൂടുതൽ ഇനി എന്തോന്നാവാനാണെന്ന്. കട്ടിലും പൊളിച്ചിട്ടിട്ട് പൈസയും തരാതെ പോയല്ലേ. ഞങ്ങളിപ്പോ ആതിര ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. ആതിര ഹോസ്പിറ്റലിലാ? നിലമ്പൂർ കാട്ടിൽ കയറി ഒറ്റ കട്ടി. സൗണ്ട് നിന്റെ ഫോണിൽ കേട്ടാ ആ ഫോൺ ഞാൻ ചവിട്ടി പൊളിക്കും കേട്ടല്ലേ. അമ്മാവനെ, അന്ന് വയ്യാത്ത നടുവും വെച്ച് അവിടെ നിൽക്കാതെ ഈ കട്ടിലോട്ട് കയറി കിട. എങ്ങനെ വയ്യാത്ത നടുവും വെച്ച് അവിടെ നിൽക്കാതെ ഈ കട്ടിലോട്ട് കയറി കിടക്കാൻ? പോടാ അവിടുന്ന്. നിന്റെ മണിയമ്മേശ്ശേരി പണ്ടങ്ങാണ്ട് നിലമ്പൂർ കാട്ടി കയറി ഒറ്റയാനെ കൊണ്ട് പിടിപ്പിച്ച കട്ടിലിൽ ഇരുന്നാണ് എന്റെ ഈ നടുവ് ഇങ്ങനെ ഒടിഞ്ഞത്. അപ്പൊ വീണ്ടും നീ കട്ടിൽ കയറി ഇരിക്കാനാ? അല്ലെങ്കിൽ പള്ളി പോയി. അങ്ങനത്തെ കട്ടിലല്ല, കട്ടിലോട്ട് ഇരിക്കാൻ. എടാ, എവിടെ ഇരിക്കണമെന്നൊക്കെ എനിക്കറിയാം കേട്ടാ. അങ്ങനെ കട്ടിൽ തന്നെ നീ എന്നെ ഇരുത്താൻ നോക്കണ്ട കേട്ടാ. കട്ടിലിൽ ഇരിക്കാൻ പോലും ഒന്ന് പിടിച്ചെരിപ്പിക്കണ. ഇതിന്റെ പുറയിലൊരു പരസ്യം എഴുതി ഒട്ടിച്ചേക്കുന്നു. പരസ്യോ? എന്ത് പരസ്യം? നിലമ്പൂർ കാട്ടിൽ കയറി ഒറ്റയാനെ കൊണ്ട് ഒറ്റ പിടി പിടിച്ച് ഒറ്റത്തടിയിൽ തീർത്ത ഒറ്റ കസേരയാണ് എന്ന് മണിയമ്മേശ്ശേരി. ഹലോ മണിയമ്മേശ്ശേരി. അരുണേ, ആതിര ഹോസ്പിറ്റലില് ഒരു സ്റ്റോള് പണിഞ്ഞത് ഞാനാണ്. സ്റ്റൂള് മാത്രമേ പണിഞ്ഞോളൂ? സ്റ്റോള് മാത്രമല്ല, പിന്നെന്തോ പണിഞ്ഞ്? അവിടത്തെ മേശയെ ഞാനല്ലേടേ മേശ്ശേരി നേരത്തെ പറയാ. ഞാൻ അത് പറയാൻ വിളിച്ചപ്പ നീ കട്ട് ചെയ്ത് കളഞ്ഞില്ലേ. നിലമ്പൂർ കാട്ടിൽ കയറി ഒറ്റയാനെ പിടിച്ച് നിലമ്പൂർ കാടിന്റെ തേങ്ങ. ഈ മണിമേശ്ശേരി പണിയാത്ത എന്തെങ്കിലും ഇവിടെ ഉണ്ടോ ഞാൻ നോക്കിട്ട് വരട്ടെ. ഇതെന്തോ ഇങ്ങനെ പോന്നെ? ചിലപ്പോ ഈ ഫ്ലോർ പണിഞ്ഞത് മണിയമ്മേശ്ശേരിയാണെങ്കിലോ? ഒരു സൈഡിന് മണിയമ്മേശ്ശേരി, ഒരു സൈഡിന് എന്റെ അമ്മാവൻ. എന്തോ പറയാനാ, ഞാൻ കെട്ടിയ പെണ്ണ് ഇനി എവിടാണോ എന്തോ.
അരുണേട്ടാ, മഞ്ജു ചേച്ചി, മഞ്ജു മോളെ, കല്യാണ മണ്ഡപത്തിൽ വെച്ച് അടിയുണ്ടായി, കല്യാണം മുടങ്ങിയെങ്കിലും മഞ്ജുവിനെ മറന്നില്ലല്ലോ. കല്യാണ മണ്ഡപത്തിൽ കൂട്ടയടി നടന്നപ്പോഴും നിങ്ങളുടെ അമ്മാവൻ എന്റെ തലമണ്ടി അടിച്ചു പൊട്ടിച്ചപ്പോഴും എന്നെ മാത്രം നോക്കി നിന്ന ആ പൊടിമീശക്കാരനെ ഞാൻ എങ്ങനെ മറക്കാനാ? അത്രയ്ക്ക് ഇഷ്ടമായ ഈ ഉണ്ടക്കണ്ണിയെ, അതാ അങ്ങനെ നോക്കി നിന്നേ. ഉണ്ടാക്കല്ലേ, നിങ്ങളുടെ അമ്മാവൻ വന്ന് എന്റെ തലമണ്ടി അടിച്ചു പൊട്ടിച്ചപ്പോ ഒന്ന് പിടിച്ചു മാറ്റാൻ പോലും നിൽക്കാതെ ഇങ്ങനെ നോക്കി നിന്ന നിങ്ങളെ എങ്ങനെ മറക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതെ പ്രേമൊന്നുമല്ല. അതല്ല ഞാനത്. പക്ഷേ അവന്റെ ഒരു തന്തനന താനാനെയും കൊണ്ട് വന്നേക്കുന്ന അവന് പനി പിടിച്ച് കിടക്കുവോ. പക്ഷേ അന്ന് രാത്രി ഞാൻ ഒട്ടും ഉറങ്ങിയില്ല. എന്നെ ഓർത്തിരുന്ന് കാണുമല്ലേ? അല്ല, ഈ മുറിവിന്റെ വേദന വെച്ചോണ്ട് എങ്ങനെ കിടന്നുറങ്ങാനോ? ഭയങ്കര വേദനയായിരുന്നു. അവനെ പനിയായിട്ട് ഈ ആശുപത്രിക്ക് അവന് പാട്ട് കേൾക്കണമെന്ന് ഞാൻ പോയി 2 കൊടുത്തിട്ട് വരാം. അയ്യോ, ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. എന്താ 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 ഒരു രക്ഷയില്ല. ഇവിടുത്തെ നേഴ്സുമാര് ഒരു രക്ഷയില്ല. അങ്ങോട്ട് പോയപ്പോ ബെൽറ്റ് ഇല്ലായിരുന്നല്ലോ കഴുത്തല്. അതല്ലേ പറഞ്ഞ ഇവിടുത്തെ നേഴ്സുമാര് ഒരു രക്ഷയില്ല. എന്തൊക്കെയാ ചെയ്തു വെക്കുന്നത് എന്റെ പൊന്നമ്മാവാ നിങ്ങള്. നിങ്ങൾ ഇവിടെ വന്നിക്കടാ. ഇപ്പൊ ഇവിടെ നിന്ന് കണ്ണന്തിരിവ് കാണിച്ച അമ്മാവൻ ഒരു ഇഞ്ചക്ഷൻ എടുക്കാനുണ്ടേ. എനിക്ക് ഇഞ്ചക്ഷൻ പേടിയാ. കയ്യിൽ ഇഞ്ചക്ഷൻ ഉണ്ടെന്ന്. കൈക്കല്ല. അമ്മാവാ ഒരു കാര്യം ചെയ്യ, ഈ കട്ടിലോട്ട് കയറി കിടാൻ ഇഞ്ചക്ഷൻ ഞാൻ കൂടെ നിൽക്കുവല്ലേ, പിന്നെ എന്തിനാണ് ഇഞ്ചക്ഷൻ എടുക്കാൻ പേടിക്കണേ? നീ കൂടെ നിക്കണേ, എല്ലാം നശിപ്പിച്ചിട്ട് കയറി കിടക്കട്ടെ. എനിക്ക് ഇതിനകത്ത് അടി കിടക്കാം കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് പേടിയാ. ഞാൻ ഇവിടെ കൂടെ ഉണ്ട് കേട്ടോ. ശരി, എന്തോ പറയാനാണ്. അയ്യോ, സൂചി വെക്കാൻ പേടിയാ. ഇല്ലാത്ത പുകലെല്ലാം ഉണ്ടാക്കിയിട്ടിട്ട് ഇയാള് വന്നപ്പോഴേ ചോദിക്കണമെന്നുണ്ടായിരുന്നു. അതെന്തോളാ ഇപ്പൊ അങ്ങനെ ഒരു സംസാരം നിനക്ക് എന്റെ അടുത്ത് ചോദിച്ചില്ലായിരുന്ന? ഇത്രയും നാളെ ഞാൻ നിന്റെ കൂടെ ഇല്ലായിരുന്ന? വന്നപ്പോ ഇത്രയും വലുതല്ലായിരുന്നു, ഇതിപ്പോ അങ്ങ് വലുതായല്ലോ. നീ ശ്രദ്ധിക്കാത്തോണ്ടാ, പണ്ട് പോലെ ഇത്രയുണ്ട്. ഇത് കാണുമ്പോഴേ എനിക്ക് ഭയങ്കര വിഷമം വരുന്നു. വിഷമം എന്തോന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ തുണി ഒന്ന് അഴിക്കാവോ? ഞാനൊന്ന് കണ്ടോ. ഞാൻ ഇതിലൊന്ന് തൊട്ടോട്ടെ. എന്തോ പറയാനാന്ന് പറയും ഈ ചെറുക്കന്. ഇത് കണ്ടിട്ട് ഈ സെന്റിമെന്റ്സ് വർക്കൗട്ട് ആയിട്ടെ എനിക്ക് ഇതിനകത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മ തരാൻ. ഞാനിപ്പോ വന്നേ ഉള്ളൂ. അതല്ല, ഞാൻ മോളിൽ നിന്ന് എപ്പോ വന്നു? ഇപ്പൊ വന്നേ ഉള്ളൂ. ഒരു കല്യാണം കാലനായിട്ട് വരുവാ. അതോടാ എന്റെ ദൈവം ഉണ്ടെന്ന്. എന്റെ കല്യാണം മുടക്കിയ നിങ്ങളല്ലേ, ഇപ്പൊ അത് പരിഹരിച്ചതാ. പരിഹരിച്ചു. എനിക്ക് അവളെ തന്നെ കെട്ടണം, അത്രയല്ലേ ഉള്ളൂ. ശരിയാക്കി തരാം, ശരിയാക്കി തരാം. അതായത് മോളെ, എനിക്ക് ഇതിനെ പറ്റി ഒന്നും സംസാരിക്കണ്ട അമ്മാവാ. എനിക്ക് സ്കാനിങ്ങിനുള്ള ടൈമായി, ഞാൻ പോവാ. അവളെ ഞാൻ അങ്ങോട്ട് പോട്ടെ. അവൾ ഒറ്റയ്ക്കുള്ള, ഞാൻ അങ്ങോട്ട് പോയിട്ട് പെണ്ണ് പോലെ അങ്ങോട്ടോളാം. അല്ലെന്ന് ഞാൻ നീ ഇവിടെ നിൽക്കുന്നോണ്ടാണ് അവൾ ഇതൊന്നും സമ്മതിക്കാത്തത്. ഒരു കാര്യം ചെയ്യ്, താണ്ടെ ഇതുണ്ടോ, ഇത് പുറത്തുനിന്ന് മേടിക്കണം. നീ എവിടെ പോകാ? അത് പുറത്തുനിന്ന് മേടിക്കണം, ഞാൻ പുറത്തേക്ക്. അതല്ലെന്ന്, ഇതിനകത്ത് എഴുതിയിരിക്കുന്ന മരുന്നില്ലേ, അത് പുറത്ത് മെഡിക്കൽ സ്റ്റോറിൽ പോയി മേടിക്കണം. വ്യക്തമായിട്ട് പറ. അയ്യോ, സ്കൂനിങ് കഴിഞ്ഞോ? സ്കാനിങ് കഴിഞ്ഞോ? കുറച്ച് താമസം ഉണ്ടെന്ന് പറഞ്ഞോ. അടുത്ത് ഞാനൊരു കാര്യം പറയാം. അതായത് ഈ പാരിപത്ര ബന്ധം എന്ന് പറഞ്ഞാ അതൊരു ഭയങ്കര സംഭവമാണ്. പണ്ട് എന്റെ ഭാര്യ എന്ന് പറഞ്ഞാ ഞാനെന്ന് പറഞ്ഞാ മരിക്കും. ഇപ്പോഴോ?
അവൾ എന്നെ കൊല്ലാൻ നടക്കുക. നിങ്ങളുടെ കയ്യിലിരിപ്പ് എന്റെ കുടുംബക്കാരെ മൊത്തം ഈ ആശുപത്രിയിലാക്കിയില്ലേ? നിങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ എന്തോ പറയാലോന്ന് പറ. പെണ്ണിന്റെ വഴിക്ക് പോയി, ചെറുക്കന്റെ വഴിക്ക് പോയി. എന്റെ മരണം എന്തായാലും ഉറപ്പായി. ആ ഇഞ്ചക്ഷൻ എടുക്കാനുള്ള അമ്മ ഞാൻ കട്ടിലേക്ക് കിടക്കണേ. ഇഞ്ചക്ഷൻ എടുക്കാൻ ഇപ്പൊ ആള് വരുന്നുണ്ട്. ഇഞ്ചക്ഷൻ എടുക്കാൻ വരുന്ന ഞാൻ ഒറ്റയ്ക്കുള്ള പെണ്ണും പോയി, ചെറുക്കനും പോയി. കൊള്ളത്തില്ല. എന്റെ അടുത്താ കളി. എന്താ ഒരു ആയിക്കൂടാ. വന്നിട്ട് തലകനുള്ള ചന്തി കുത്തിയിട്ട് പോയി. അമ്മാവ മരുന്ന് അവിടെ ഇല്ല. അമ്മാവ് കിടന്നുറങ്ങി. മഞ്ജുവിനെ എല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അമ്മാവ സൂചിച്ച് കിടന്ന് ഉറങ്ങണല്ലേ. അനുഗ്രഹിക്കണേ അമ്മാവ. അയ്യോ തന്താലാല താലാലേ തന്താലാല. പെണ്ണിനോട്ട് ഓടി കയറിയത് അമ്മാവന് സുഖമാണോ എന്നറിയാം. അതോ അമ്മാവനെ സുഖിപ്പിക്കാൻ മഞ്ജു ആണെന്ന് വിചാരിച്ചപ്പോ ഇങ്ങനെ. അപ്പൊ മഞ്ജു ആയിരുന്നെങ്കിലാ. ഇപ്പൊ മനസ്സിലായോ ഞാൻ നിന്റെ അമ്മാവനാന്ന്? എന്നാൽ ആ ചുണ്ടെടുത്ത് കവിളിന്നങ്ങ് മാറ്റി നീ കൈയെടുത്ത് മാറ്റാൻ വേറെ ആരെങ്കിലും? എന്റെ വിഷമം മാമന് മനസ്സിലായില്ലേ? വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ടടാ. എന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ടടാ. വാ. അയ്യോ മഞ്ജു ആണെന്ന് വിചാരിച്ചാണല്ലോ ഞാൻ ഈ പരാക്രമമൊക്കെ അവിടെ കാണിച്ചത്. ആദ്യത്തെ 2 സെക്കൻഡ് മാമൻ ആരാണെന്ന് വിചാരിച്ചു. ഇഞ്ചക്ഷൻ എടുക്കാൻ വന്ന നേഴ്സാന്ന്. പിന്നെ എപ്പോ മനസ്സിലായി അല്ലെന്ന്? നിന്റെ താടി എന്റെ മൂക്കിനൊരഞ്ഞപ്പോ. അതെന്റെതാ. ആ പരാക്രമത്തിന്റെ ഇടയ്ക്ക് മാറിപ്പോയതാ. സോറി. ഓക്കെ അയ്യോ ശരിയായത്. ഓടിക്കോ, ഓടി രക്ഷപ്പെട്. നിങ്ങൾ ആരും രക്ഷപ്പെടുന്നില്ലേ? എന്താ കാര്യം? നിലമ്പൂർ കാട്ടിൽ നിന്ന് ഒറ്റ തടി തീർത്ത ഒരു കട്ടിലെ നമ്മാവ വീണില്ലേ? ആ കട്ടിൽ ആരാ പണിതത്? മണിയമ്മേശ്ശേരി. ആ മണിയമ്മേശ്ശേരി എവിടുന്നോ പോയി MBBS പഠിച്ചതേ ഇവിടെ ഡോക്ടർ ആയിട്ടിരിക്കുന്നു. അയാൾക്ക് ഇപ്പൊ എന്നെ ഓപ്പറേഷൻ ചെയ്യണോന്ന്. ഓപ്പറേഷനാ? അമ്മാവ മണിയമ്മേശ്ശേരി വരുന്നു. ഡോക്ടറായി. നിലമ്പൂർ കാട്ടില് ഒറ്റത്തടി തീർത്ത ഒറ്റക്കട്ടില് പണിഞ്ഞപ്പോ ഇത്തിരി ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഗ്യാപ്പിൽ പോയി MBBS പഠിച്ചത്. ഈ പ്രോപ്പർട്ടി എടുത്തോ. ആരായാലും ശരി എനിക്ക് ഓപ്പറേഷൻ ചെയ്താ മതി. എന്ത് ധൈര്യത്തിൽ ഞാൻ നിങ്ങളെ കൂടെ ഓപ്പറേഷൻ തീരിലോട്ട് വരും? എന്ത് ധൈര്യത്തിൽ വരുമെന്ന? നിങ്ങളെ ഓപ്പറേഷൻ ചെയ്യാൻ കിടത്തണ കട്ടിലില്ലേ, ആ കട്ടില് പണിഞ്ഞ ഞാനാ. മണിയമ്മേശ്വരി അല്ല, മണിയൻ ഡോക്ടർ. ഔട്ട് ആൻഡ് ഔട്ട് സുരേഷ് മാമ്പുഴ ഷോ. ആൻഡ് യു നോ ഓഫ് ലേറ്റ്ലി സുരേഷ് ഏട്ടൻ ഭയങ്കര ഫിസിക്കൽ കോമഡിയാണ്. എന്തോ അസാധ്യമായിട്ട് പെർഫോമൻസ് ഒബ്വിയസ്ലി നിങ്ങൾ നന്നായി ചെയ്യുന്നുണ്ട്. പക്ഷെ ഫിസിക്കലി ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാം. പിന്നെ ഇതൊരു ക്യാരക്ടർ ഒരു ലോക്ക് ചെയ്തു അല്ലേ? ചേച്ചി ഉദ്ദേശിച്ചത് ഫിസിക്കൽ കോമഡി എന്ന് പറഞ്ഞാൽ പിന്നാമ്പുറ കോമഡി ആയിരുന്നു. അത് എനിവേസ് ഈ ഒരു ഗംഭീര സ്കിറ്റിന് എത്രത്തോളം ബാറ്ററി ചാർജ് കയറി എന്നുള്ള നോക്കിയാലോ? യെസ്. ഓക്കെ വാ. എന്താ സോന ഒരു ഞെട്ടല്? സാരി കൊടുത്ത ഹർഭജൻ സിംഗ്. 40,000 rupees, 40,000 രൂപ ശ്വേത ചേച്ചി ചൂടോടെ അങ്ങിട്ട് കൊടുക്കും. ഓക്കെ സൂപ്പർ. അപ്പൊ എങ്ങനെയാ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ബാറ്ററി ചാർജ് ആക്കിയാലോ? പിന്നെ കാര്യം പിടിയിട്ടില്ല. പൈസ നിങ്ങൾക്കല്ല, നമുക്ക് ചിരി മാത്രമേ ഉള്ളൂ.
പോകുന്ന സമയത്ത് നമുക്ക് അവരോട് ചോദിക്കാം വല്ല മുട്ടായോ ചായയോ വാങ്ങി തരുമോ എന്നുള്ളത്. അടുത്ത സ്കിറ്റ് വരുന്നവരോടത്ത് ഞങ്ങളൊരു ടേംസിലെത്തും. പകുതി ആണെങ്കിൽ ഡീൽ. അങ്ങനെയാണെങ്കിൽ അടുത്ത ടീമിനെ വിളിക്കാം. നിങ്ങൾ അങ്ങ് ഡീൽ സെറ്റ് ആക്കിക്കോ. വേദിയിലേക്ക് ചിരിപ്പിക്കാൻ വരുന്നു നന്ദു, ബിനാസ് ആൻഡ് അഞ്ജന. അപ്പൊ ചേച്ചി ബാറ്ററി ഇവിടെ ഓൺ ആക്കിയേക്കാവോ? ഓണാണ്. ഓഹോ ഗുണ്ടയുടെ കൈ മുറിഞ്ഞേ. എത്ര ആയിരം പേരുടെ ചോര പുരണ്ട കത്തിയാന്നറിയോ ഇത്? ഇനി ഇത് ഇവിടെ ഇരുന്ന് ആപ്പിള് കണ്ടിക്കും. ബോംബ്. എത്ര ആൾക്കാരുടെ തലകൾ ചിന്തിച്ചിറച്ച ബോംബേ. നിന്നെ ഇനി എനിക്ക് ആവശ്യമില്ല. പിള്ളേർ കൊണ്ടുപോയി പടക്കം പൊട്ടിച്ച് കളിക്കട്ടെ. ഇന്നു മുതൽ സുഗുവിന്റെ ജീവിതത്തിൽ ഗുണ്ടാപ്പണി ഇല്ല. കാരണം എന്താ? സുഗു ഒരു കല്യാണം കഴിച്ചു. ഇനി ഞാനും എന്റെ ഓമനയും മാത്രം. അവളിപ്പോ പാലുമായിട്ട് ഇങ്ങോട്ട് വരും. ഭയങ്കര നാണമായിരിക്കും അവക്ക്. ഇന്ന് നോക്കിക്കോ ഞാൻ. ഇന്ന് അവളെ ഇന്ന് നോക്കിക്കോ ഞാൻ. കൊച്ചു കള്ളി, നേരത്തെ ഇങ്ങ് വന്നല്ലേ? ഇങ്ങ് വന്നാണ് നീ. ഇന്ന് എന്നെ പ്രതിനെ അറസ്റ്റ് ചെയ്ത് ഹാജർ. എന്താടാ ഞാൻ തൊപ്പി വെച്ചപ്പോ നീ എന്ത് തുപ്പിക്കളഞ്ഞ? അതല്ല സാറേ, നമ്മളെന്നോട് മലന്ന് വിള്ളി താന്റെ ചുണ്ടിന്റെ പീസ് എന്റെ വയലേപ്പി. സാറെന്ത് ഇവിടെ? ഒരു ഗുണ്ട എന്റെ മുഖത്ത് നോക്കി. എടാ എത്ര വർഷമായിടാ നീ കേരള പോലീസിനെ ഇങ്ങനെ പറ്റിച്ചിട്ട് നടക്കണ്? ഡാ ഒരു പിടികിട്ടാ പുള്ളിയായ നിന്നെ തിരക്കി ഞാൻ എവിടെ വന്നാലും നീ അവിടെയൊക്കെ ഡൂപ്പിനെ ഇട്ടിട്ട് രക്ഷപ്പെടും. നിന്റെ കല്യാണം കഴിഞ്ഞെന്നറിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഇന്ന് ഇവിടെ നീ ഡൂപ്പിനെ ഇടൂലല്ലേ. അകത്തമൂരി സുഖു. അതിന്റെ പുറത്ത് തിണ്ണെ ഒന്ന് കിടന്നാ നിനക്ക് സുഖം കിട്ടും. അതല്ല സാറിന് സ്ഥലം ഏതാണെന്നറിയോ? ഡീസന്റ് മുക്ക്. അതെങ്ങനെ മനസ്സിലായി സാറേ? ഞാൻ ഇങ്ങോട്ട് കയറി വന്നില്ലേ, അപ്പൊ നിന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ രണ്ടുപേര് ഇന്ന് പച്ച തെറി. അത് കേട്ടപ്പോ തന്നെ മനസ്സിലായി ഇത് ഡീസന്റ് മുക്ക്. ഇന്ന് എന്റെ ആദ്യ രാത്രിയാണ്. ഞാനും അവളും മാത്രം ഈ കട്ടിലില്. നിന്റെ മാത്രം ആദ്യ രാത്രി എന്നെ പഠിച്ച അതിലിടല്ലേ സഹോദരാ. സാറ് നന്നായി ബാറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോ റണ്ണൌട്ട് ആവുന്നത് എന്ത് കഷ്ടമാണ്. അതിനേക്കാളും കഷ്ടമായിരിക്കും ഞാൻ ക്ലീൻ ബൗൾഡ് ആക്കി കഴിഞ്ഞാൽ. സാറേ അപ്പൊ സാർ എന്നെ ഇവിടെ കൊണ്ടുപോകും. അങ്ങനെയാണെങ്കിൽ സാറേ ഞാൻ ഒരു ഗ്ലാസ് പാല് കുടിച്ചിട്ട് ഞാൻ സാറിന്റെ കൂടെ വരാം. നടക്കില്ല നടക്കില്ല നടക്കില്ല. നടക്കൂലേ? നടക്കും. നടക്കുമല്ലോ. നടക്കണം. ഇതിവിടെ വെച്ചല്ലോ. നിനക്കിപ്പോ ഒരു ഗ്ലാസ് പാല് കുടിക്കണം. അതെ, അത്രയല്ലേ ഉള്ളു. അതെ. എടാ മോനെ, നിനക്ക് ഞാൻ ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. സമ്മാനോ? പിന്നെ കേരള പോലീസിന്റെ കാര്യം പറയാനായിട്ട് ഇങ്ങ് താ സാറേ. കല്യാണമൊക്കെ അല്ലേ, ഒരു വള ഇരിക്കട്ടെ. ഓ എന്തൊരു പരിപാടി സാറേ കാണിക്കുന്നത്? എന്താടാ തള്ളവളൊക്കെ തിന്നിട്ട് കേറാകത്ത്. ഓഹോ, ഞാനൊന്ന് വഴങ്ങി തന്നപ്പം നിങ്ങൾ എന്നെ അങ്ങ് പൂട്ടിയല്ലേ? പെട്ടല്ലോ നാദാ. ചിരിക്കാതെ ജീപ്പ് കേറാ, ജീപ്പ് കേറാ. എന്തിനടാ കരയണ? എന്തിനടാ കരയാതിടാ? എന്തിനടാ കരയണ നീ? ഒരു ഗ്ലാസ് പാല് കുടിക്കുന്ന കാര്യമില്ല സാറേ ഞാൻ ചോദിച്ചത്. പാല് കുടിച്ചിട്ട് ഞാൻ വരാം. ജയിലിൽ പോയ എപ്പോഴും സാറേ ഞാൻ വെളിയിറങ്ങുന്ന. ഞാൻ ഒരു മനുഷ്യനായി പോയില്ലേ? ഡിപ്പാർട്ട്മെന്റ് അറിയല്ലേ? ഒരു 15 മിനിറ്റ് സമയം ഞാൻ തരാം. അതും മതി. ഒന്നുമില്ലെങ്കിലും നിന്റെ വിധു പ്രതാപല്ലേ ഇന്ന്? വിധു പ്രതാപ? മറ്റേ സോനാരെ, ശ്രീവിദ്യ, ഡയാന, മറ്റേ കല്യാണം കഴിയുമ്പോൾ മറ്റേ സംഭവം എന്തരടാ? കിട്ടി മധുവിധു. ആ പറഞ്ഞ ഇതും അതും ഇവിടെ നടക്കണമെങ്കിലേ സാർ ഇവിടെ നിന്നാ പറ്റുമോ? സാറൊന്നും ഇറങ്ങി വെളിയിലോട്ട് ഇല്ലേ? മൈ മിസ്റ്റേക്ക്. അതൊരിക്കലും പറ്റൂല. ഞാൻ ഈ റൂമിന്റെ വെളിയിൽ ഇറങ്ങിയാ നീ ഈ റൂമിൽ സ്ക്രിപ്റ്റ് തിരുത്തും. സ്ക്രിപ്റ്റ് ഒന്നും ഞാൻ തിരുത്തത്തില്ല. കൈന്നിട്ട് കളിച്ചോട്ടാ. കാലിന് വല്ലം കിട്ടണോ? കൈന്നിട്ട് കളിക്കുന്നു സാറേ. ഓ ആ മുല്ലപ്പൂന്ന് എടുത്ത് കൈ ചുറ്റി തരൂ. എടാ ഇത്രയും പെട്ടു നിന്നാലും മുല്ലപ്പൂ അതായിട്ട് കുറയ്ക്കണം തീനി. ഓരോ ആചാരങ്ങളാവുമ്പോഴത്തേക്ക് ഇപ്പൊ ഞാൻ മുല്ലപ്പൂ ചെറ്റും, അങ്ങ് ചെന്നിട്ട് ഞാൻ ഒലക്കൊക്കെ ഉരുട്ടും കേട്ടാ. ഒരു കാര്യം, ഒരു പോലീസുകാരൻ വെളിയിലുണ്ട്. 15 മിനിറ്റേ ഉള്ളു. അര ഗ്ലാസ് പാല് കുടിക്കുക, തിരിച്ചു വരിക. ശരി, ഓക്കെ ഓക്കെ. ചേട്ടാ. ഓ അയ്യോ
ഓമിനെ സാറേ ഒരു 15 മിനിറ്റ് എന്നുള്ള 20 മിനിറ്റ് ആക്കോ. അതെന്തിനാ ചേട്ടാ? നമ്മൾ ആദ്യരാത്രി അല്ലേ, നീ എന്താ എന്നിട്ട് എന്റെ മുഖത്ത് നോക്കാത്തെ? എനിക്ക് നാണവാ ചേട്ടാ. എന്തിനാ പൊന്നെ നാണിക്കുന്നേ? അന്യ പുരുഷന്മാരുടെ മുഖത്ത് നോക്കുമ്പോ എനിക്കങ്ങ് നാണം വരും ചേട്ടാ. ഓ 5 മിനിറ്റ് കഴിയാറായി കേട്ടാ. ആരാ ചേട്ടാ അവിടെ? അതൊരു പോലീസാ. പോലീസാ? ഒന്നെണ്ണ ഓടി തള്ളിക്കോ റൈഡ്. നീ ഇങ്ങ് വന്നാണ് നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത്? അന്യ പുരുഷന്മാരുടെ മുഖത്ത് നോക്കാൻ എനിക്കങ്ങ് നാണവാന്ന്. അങ്ങനെ വേണം കുടുംബത്തിൽ പറഞ്ഞ പെമ്പിളരായ. അങ്ങനെ ചേട്ടാ എന്നെ അച്ഛനും അമ്മയും വളർത്തിയേ. കുടുംബ പാരമ്പര്യമാണല്ലേ? ആന്ന് ചേട്ടാ. നമ്മുടെ വീട്ടിൽ എന്തിനാ ചേട്ടാ പോലീസ് വന്നേ? നിനക്കറിഞ്ഞൂടെ, നീ ഒരു ഗുണ്ടയുടെ ഭാര്യയാണ്. അപ്പൊ പോലീസൊക്കെ വരും. ഇങ്ങനെ പേടിക്കരുത്, പേടിക്കാൻ വിഷമിക്കുക ഒന്നും ചെയ്യരുത് കേട്ടാ. ഓമനെ 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 നിന്റെ പേര് വിളിക്കുമ്പോ ഒരു വാത്തക്കോഴിയാണെന്ന് വിളിയാക്കുന്നടി. ചേട്ടാ അത് വാത്തക്കോഴി വിളി കേൾക്കണതല്ല. പിന്നെ? ചേട്ടൻ എന്നെ ഓമനെ ഓമനെന്ന് വിളിച്ചപ്പോ ഞാൻ ഓ എന്ന് വിളി കേട്ടതാ. ഓ പാവം തന്നെ മോള്. ഓമനെ ഓ ചേട്ടൻ എന്നെ ഇങ്ങനെ ഓമനെ ഓമനെ എന്ന് വിളിക്കല്ലേ ചേട്ടാ. അതെന്താ? അതിനിടയ്ക്കുള്ള മാ എടുത്ത് മാറ്റിയിട്ട് ചേട്ടൻ എന്നെ ഓനേന്ന് വിളിക്കുന്നതാ എനിക്കിഷ്ടം. എന്റെ ഓനെ. ഓ ഇത് നമ്മുടെ ആദ്യരാത്രിയാണ്. ഇപ്പൊ ഒരു ചുമന്ന പരവതാനി കിട്ടിയാണ്ടല്ലേ, ഞാൻ നിന്നെ എടുത്ത് അതിനകത്ത് ഇരുത്തിയിട്ട് ഇങ്ങനെ പറന്ന് 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 പറന്ന്. സുഖുവേ, ഓ നിന്റെ പരവതാനിയിൽ ഉള്ളോള സ്ഥലം തരുവോടാ? എന്തിനാ സാറേ? നമുക്ക് രണ്ടുപേർ കൂടെ സ്റ്റേഷന്റെ അവിടെ ഇറങ്ങാൻ വാടാ. ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഈ മകളെ സാറൊന്ന് അനുഗ്രഹിക്കണം. അത് നടക്കൂല. അതെന്താ? എന്റെ മോളെ ഞാൻ ഒരു ഗുണ്ടയെ കൊണ്ട് കെട്ടിക്കൂല. അയ്യോ സാർ എന്റെ ഈ ചേട്ടനെ അറസ്റ്റ് ചെയ്തോണ്ട് പോയാ ഈ ഒറ്റച്ചവര് ഓമനെ ഒരു അനാഥയായി പോവില്ലേ? ഒറ്റച്ചവര് ഓമന. ഒറ്റച്ചവരില്ല, അര ചുമരി. അത് മതി. നിങ്ങളുടെ സ്ഥലം എവിടെ? നിയമം വഴി പോട്ട് സാറേ. അപ്പൊ നിയമത്തിന്റെ വഴിക്ക് ചോദിച്ചാലേ നീ എന്നോട് സ്ഥലം പറയോളാ? അതല്ല സാറേ, തിരുവനന്തപുരം നിയമം വഴി പോകുമ്പോഴാ സാറേ എന്റെ വീട്. നിനക്ക് നിയമത്തിനൊന്നും പേടിയില്ലേ? ഓ അതല്ല സാറേ, ഈ ചേട്ടൻ ഇങ്ങനെ പരിക്കനും ഗുണ്ടയൊക്കെ ആണെങ്കിലും ഒരു ലോല ഹൃദയനാ സാറേ. സ്നേഹം കൂടുമ്പോ ഈ ചേട്ടൻ എന്നോട് എന്തിനൊക്കെയാ പറയുന്നറിയാവോ? എടി ഓമനെ സുന്ദരി, നിന്നെ കണ്ട അപ്സരസിനെ പോലിരിക്കുകയാണ്. വെള്ള പേപ്പർ പേനെടുത്ത് പുതിയ പരാതിവനെ കുറിച്ച് എഴുത്. എന്തിനു പരാതി സാറേ? ഒരു പെൺകൊച്ചിന്റെ മുഖത്തോക്കി ഇല്ലാത്ത കഥകൾ അവൻ പറഞ്ഞു ഞാൻ അവനെ പിടിച്ച് ഫ്രഞ്ചൈസ് അടിക്കൂ. അന്നേരം ഇതൊക്കെ ഇല്ലാത്ത കഥകളാണോ സാറേ? അയ്യോ ഉള്ള കഥകളാണ് സാറേ. മാറിക്കടി അങ്ങാട്ട്. നീ ജീപ്പിൽ കയറാ. സാറേ പാല് കുടിച്ചില്ല സാറേ. ഇതുവരെ കുടിച്ചില്ലേ? ഇല്ല. പാലെടുക്കടി, കൊടുക്കടി, കുടിയടാ. ഭയങ്കര ചൂട് സാറേ. അതെല്ലാരും സ്റ്റേഷനിൽ പറയുന്നത് ഞാൻ അല്പം ചൂടാണെന്ന്. അതല്ല, പാലിന് ഭയങ്കര ചൂട് സാറേ. ഞാൻ ഊതി കുടിച്ചോട്ടാ. എങ്കിൽ വാടാ, സ്റ്റേഷനിൽ പോയിട്ട് കുടിക്കാം. എങ്ങോട്ട് വാടാ. സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങി. സാറേ ഈ പാൽ ഗ്ലാസ് ഇവിടെ പൊട്ടിച്ച് എന്റെ ചേട്ടന് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുമോ സാറിന്? പറ. അങ്ങനെ ഞങ്ങളുടെ ആദ്യരാത്രി ഇല്ലാതാക്കാൻ പറ്റുമോ സാറിന്? പറ. അങ്ങനെ ഞങ്ങളെ തമ്മിൽ വേർപിരിക്കാൻ പറ്റുമോ സാറിന്? പറ. അതെ അതിവിടെ പറ മാത്രം മതി. മതി, പാല് കുടിച്ചത് എല്ലാം മതി. കയറി ജീപ്പിൽ കയറി. സമയമില്ല. സാർ തട്ടിക്കളഞ്ഞ ഈ പാലിന് പകരം എനിക്കിവിടെ പാല് കിട്ടാൻ ഞാൻ സാറിന്റെ കൂടെ വരത്തില്ല. അത് നടക്കൂല 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 നടക്കൂലേ സാറേ? ഇവിടെ എങ്ങനെ സാറേ, ഞാൻ പാലെടുക്കണോ സാറ് പാലെടുക്കൂ? പശു ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാടാ, ഞാൻ കറന്നുകൊണ്ട് തരാടാ. അതുകൊണ്ട് അവിടെ എന്റെ അപ്പച്ചിയുടെ ഇവിടെ 3 പശു ഉണ്ട്. ചെല്ലിയ ഏത് പശു നോക്കിയെടുത്ത് കറന്നിട്ട് വരിക. സുഖോ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ഈ യൂണിഫോം ഇട്ട ഒരു പോലീസുകാരനായിട്ടുള്ള ഞാൻ ഇതിലിറങ്ങി നടക്കുമ്പം നാട്ടുകാർ പറയും ദോ പോണേ മമ്മൂട്ടി, ദോ പോണ് മമ്മൂട്ടി എന്ന്. അത് ദോ പോണ് മമ്മൂട്ടി എന്നല്ല, ദോ പോണ് നഖംപട്ടി എന്നാണ്.
പാലിറങ്ങണ കല എവിടെ ഇരിക്കുന്നു? ഉണ്ടാ കട്ടിലിന്റെ സൈഡിൽ ഇരിക്കുന്നു. എന്നാ കുരു കെട്ടിയെടുക്കാൻ. ഓമനെ ഇവിടെ സമ്മതിക്കൂല. ഓമനെ നീ വാ, പാല് കറന്നോണ്ട് വരെ എന്തായാലും സമയം എടുക്കും. നീ ഇവിടെ ഇരി. ചേട്ടാ ഓ ചേട്ടാ എന്താ സമയം വല്ലാണ്ട് അതിക്രമിച്ചു. സമയം വരെ അതിക്രമം കാണിച്ചു തുടങ്ങി. എനിക്കതൊന്നുമല്ല. 15 മിനിറ്റും കൂടെ കഴിയുമ്പോ എന്റെ ചേട്ടനെ ആ പോലീസുകാരെ കൊണ്ടുപോകുന്ന ഓർക്കുമ്പോ എനിക്കങ്ങ് വിഷമം വരുവാ. സഹിക്കണില്ലേ സഹിക്കണില്ലേ? സൈക്കിൾ ഇല്ലെങ്കിൽ ഒരെണ്ണം ഞാൻ വാങ്ങിച്ചു തരാം. സഹിക്കണില്ലേ? നല്ല ചേട്ടാ, എനിക്ക് സഹിക്കണില്ലേ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞതാ. ഓമനെ ഓ എന്തായാലും പോയല്ലേ പറ്റൂ. നാളെ ആകാശത്തൊരു ചെറിയ നത്തക്കയായി ഞാൻ വരും. നത്തക്കേ? അല്ല, നക്ഷത്രമായി ഞാൻ വരും. അപ്പൊ നീ നമ്മുടെ കുട്ടികളോട് പറയണം. അതിന് നമുക്ക് കുട്ടികളായിട്ടില്ലല്ലോ ചേട്ടാ. 15 മിനിറ്റ് സമയം സാർ തന്നിട്ടുണ്ടല്ലോ. അപ്പൊ നീ നമ്മുടെ കുട്ടികളോട് പറയണം, നിങ്ങളുടെ അച്ഛനാണ് മക്കളെ ആ നിൽക്കുന്ന പഴം. പഴോ പാല് കുടിച്ചിട്ട് പോവാ. എന്നോട് വാടാ. സാറേ, ഈ പച്ചപ്പാല് കുടിക്കാൻ ഞാൻ എന്തൊരു കന്നുകുട്ടിയാ. പച്ചപ്പാലൊന്നും എനിക്ക് കുടിക്കാൻ പറ്റത്തില്ല. പഴുത്ത പഴം തിന്നു. അവന്റെ ഒരു പണം മാറിയില്ല മനുഷ്യ ഇങ്ങോട്ട്. കൊറേ നേരം കൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ കിടന്ന് കിളുത്തിട്ട് കളിക്കുന്നു. ചേട്ടറിയാമോ, പോത്തങ്കോട് ചന്തയില് വെട്ടാൻ വന്ന പോത്തിനെ ഒറ്റയ്ക്ക് വേദവും നിർത്തിയവളാണ് ഈ ഒറ്റച്ചവര് ഓമന. അങ്ങനെയുള്ള എന്റെ ഭർത്താവിനെ ഇങ്ങനെ ഇവിടുന്ന് കൊണ്ടുപോകുന്നു ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് ഈ ഓമന എന്തിനാണ് നിന്ന് ആട്ടണത്? ഒന്നേ പറഞ്ഞോള്. ഒന്നേ പറയണുള്ളേ. രണ്ട് ഞാൻ പറഞ്ഞാ മതിയാ സാറേ. അത് വിശ്വാസവഞ്ചന. നിന്റെ എല്ലാ പരിപാടിയും മതി. കേറ്. ഈ ആദ്യരാത്രി മൊത്തം കൊളവാക്കിയിട്ടും എന്റെ ഭർത്താവിനെ അപ്പൊ സാർ ഇവിടുന്ന് കൊണ്ടുപോകും. ഞാൻ കൊണ്ടുപോകും. എന്നാ പിന്നെ അതൊന്ന് കാണണല്ലേ? സുഖേ, ഓ ഇതൊരു സുഖമില്ലാത്ത പരിപാടിയായി പോയടാ. ഓമനെ നീ എന്തൊരു കാണിച്ചത്? ചേട്ടാ, ഈ പോലീസുകാർ നമുക്ക് എത്ര മിനിറ്റാണ് ആദ്യരാത്രി ആഘോഷിക്കാൻ തന്നത്? വെറും 15 മിനിറ്റ്. 5 മിനിറ്റേ കഴിഞ്ഞിട്ടുള്ളു ചേട്ടാ. ഇനിയുണ്ട് 10 മിനിറ്റ് നമുക്ക് ആദ്യരാത്രി ആഘോഷിക്കാൻ. എടി ഓമനെ. വെറും ഓമന അല്ല സാറേ, ഒറ്റച്ചൊരു ഓമന. അഞ്ജന, ഓ 1 വുമൺ ഷോ ആയിരുന്നു ഇത്. സൂപ്പർ. അഞ്ജന ഫയർ ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് അസാധ്യം. അഞ്ജന ഓൾറെഡി നല്ലൊരു ആർട്ടിസ്റ്റ് ആണ്. ബട്ട് സൂപ്പർലി കൈകാര്യം ചെയ്യും. നമുക്ക് നേരിട്ട് ബാറ്ററി പോവാം. ഓക്കെ ലെറ്റ്സ് ഗോ. കരനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി പല ചിരി താളത്തിൽ ഞാൻ 20,000 റുപ്പീസ് ആണ് നേടിയിരിക്കുന്നത്. അപ്പൊ ശ്വേത ചേച്ചി ആ 20,000 റുപ്പീസ് ഒന്ന് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. 20,000 രൂപ ലഭിച്ചിരിക്കുകയാണ്. അപ്പൊ അടുത്ത തവണ കുറച്ചും കൂടെ കൗണ്ടേഴ്സ് ഒക്കെ ആയിട്ട് തിരിച്ചു വരിക. ചിരിക്കാൻ ഞങ്ങൾ റെഡിയാണ്. നമ്മുടെ ടീം നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാണ്. ഇനി ഇവരുടെ ടൈമാണ്. സിനിമ സക്സസ്ഫുള്ളി ഓടുന്നു. ഇനി ഇവരുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ കാണണ്ടേ? എനിക്കൊന്ന് ജസ്മിക്കൊക്കെ ഭയങ്കര നൊസ്റ്റു അടിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഈ വേദിയിൽ വന്ന് പെർഫോം ചെയ്ത് കിടിലായിട്ട് പോയ ഒരാളാണ്. അപ്പൊ അതേ വേദിയിൽ തന്നെ ഒന്ന് ഡാൻസ് കളിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് പറയുന്നു. നല്ലൊരു കൈ കൊടുക്കാം. യെസ്, അമൃത ടിവിയിൽ വീണ്ടും നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ പെർഫോം ചെയ്യാൻ പോവുകയാണ്. ஜானோ தம் மாரோ தம் தம் இங்கு உந்தன் கையில் சொல்கம் இரவோ சொல்லாரவோ எல்லா ஒருவனை வேண்டி உசுரோ கண்ணாளா என்னாளா பெண்ணாளா இன்னும் வரும் எந்தன் கதை இன்னும் வரும் எந்தன் கதை நாளை கனவினில் காதல் கொண்டே கண் விழித்தேன் அவன் காணவில்லை என்னோடு உண்மை ஒன்றா
നമ്മൾ കണ്ടുമുട്ടും. അതുവരേക്കും ചേച്ചി ഇവരടുത്ത് ബൈ പറയാം അല്ലേ? ഒരു സങ്കടമുണ്ട് ഇവരോട് ബൈ പറയുന്നതിന്. പക്ഷേ വീണ്ടും ഇവരെ കാണുന്നുള്ള എപ്പോഴും ഞാൻ പ്രേക്ഷകരോട് പറയുന്നത് സിനിമ എപ്പോഴും തിയേറ്ററിൽ പോയി കാണുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇവരെല്ലാവർക്കും ഒരു സപ്പോർട്ടായിട്ട് കിട്ടുള്ളൂ. സോ ഓൾ ദ വെരി ബെസ്റ്റ്. ഡർബി റോക്സ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി വൈകിട്ട് പോരാം. ഒരു ഉഷാറായിട്ട് എല്ലാരും ഡെർബി പോയി തിയേറ്ററിൽ കാണാം. കോമഡി മാസ്റ്റേഴ്സ് വീണ്ടും വരും. അതുവരേക്കും ബൈ.